ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നോർത്ത് ഇന്ത്യൻ ഡിഷായ പാവ് ഭാജിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലേക്കായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം ഗ്രീൻ പീസ് വേവിച്ചിട്ടും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ അതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു ബൗളിലോട്ടേക്കൊന്ന് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം നല്ലോണം വെന്ത് വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടനെ കിട്ടിക്കോളും. ഇനി നമുക്കിതിലോട്ടേക്ക് ഇത് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രം വെക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴികെ വേറെ ഒന്നും റിഫൈൻഡ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതും കൂടി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു പകുതി ക്യാപ്സിക്കം കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂണ് പാവ് ഭാജി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും തക്കാളിയൊക്കെ ഒന്ന് ഉടനെ കിട്ടുന്നവരെ ഇതൊന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ലപോലെ എല്ലാം ഒന്ന് ഉടനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നുകൂടെ മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്കായിട്ട് ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലാസ്റ്റ് ഇതിലോട്ടേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂണോളം ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാവ് ഭാജിയുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാൻ ഒന്ന് ഗ്യാസിലോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പാവ് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ ബണ്ണായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നടുകയൊന്ന് മുറിച്ച് കൊടുക്കാം. ഇനി പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് പാവ് ഭാജി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ബണ്ണ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് 2 സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാവ് ഭാജിയുടെ മസാല ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാവ് വെണ്ണും കൂടി ഒന്ന് വെച്ചെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ബട്ടറും അതുപോലെ സൈഡിൽ കുറച്ച് സവാള ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണം ചെറുനാരങ്ങയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പാവ് ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.